നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ചർച്ചയും തർക്കവും നടന്നത് സൈബർ ഇടങ്ങളിലാണ്. അതിരുവിട്ട ആക്ഷേപവും പക്ഷം ചേരലും സൈബർ ഇടങ്ങളിൽ കൊഴിഞ്ഞു. എന്നാൽ ഈ സൈബർ ചർച്ച കോൺഗ്രസിനെ ഭീകരമായി ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണത്തിലേക്കും കോൺഗ്രസ് കടന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടെന്ന പേരിൽ കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്കും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കുമെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ മാങ്കൂട്ടം ഷാഫി ക്യാമ്പ് ചുമതലപ്പെടുത്തിയ PR ടീമും ഇടതു അനുകൂല സൈബർ ഗ്രൂപ്പുകളുമാണെന്ന വിലയിരുത്തലാണ്. അവിഹിത ഗർഭം, അശ്ലീല ചാറ്റ് ആരോപണങ്ങളിൽ പ്രതിച്ഛായ നഷ്ടം സംഭവിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ന്യായീകരിക്കാൻ ലക്ഷങ്ങൾ മുടക്കിയാണ് ആരോപണം ഉയർന്നതു മുതൽ PR ടീമിനെ രംഗത്തിറക്കിയിരിക്കുകയെന്നാണ് റിപ്പോർട്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് മറ്റ് പാർട്ടികളിലെയും കോൺഗ്രസിലെയും ആരോപണ വിധേയരായ നേതാക്കളുടെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ന്യായീകരണ മേള അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. രാജി ആവശ്യം ഉന്നയിക്കുന്നവരെയും എതിർ ശബ്ദം ഉയർത്തുന്നവരെയും ഒതുക്കുന്നതിനായി അത്തരം നേതാക്കൾക്കെതിരെ കോൺഗ്രസ് അനുകൂല പ്രൊഫൈലുകൾ എന്ന് തോന്നിപ്പിക്കുന്ന വ്യാജ പ്രൊഫൈലുകൾ വഴി കടുത്ത സൈബർ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഇതൊക്കെ പാർട്ടിക്കാരുടെ പിന്തുണയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കുറെയൊക്കെ പാർട്ടി നേതാക്കളും അണികളും അതിൽ വീഴുകയും ചെയ്തു. മാങ്കൂട്ടത്തിനായി രംഗത്തിറങ്ങിയ PR ഗ്രൂപ്പും ഇടതുപക്ഷത്തിന്റെ സൈബർ ടീമും ഒന്നിച്ചണിനിരന്നാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ അഴിച്ചുവിട്ടത്. പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പിന്തുണച്ചവർ രാഹുലിന്റെ ഗോഡ്ഫാദറായ ഷാഫി പറമ്പിലും MP അനിൽകുമാറുമാണ്. ഇരുവരും പാർട്ടി വർക്കിംഗ് പ്രസിഡന്റുമാരാണ്. ഇരുവർക്കും രാഹുലിനെതിരെ ഉണ്ടായ വിവാദങ്ങളിൽ പ്രത്യേക താൽപര്യങ്ങളുള്ളവരാണ്. സോളാർ പീഡന കേസിൽ ആരോപണ വിധേയനായ നേതാവാണ് അനിൽകുമാർ. മറ്റു ചില ആരോപണങ്ങളും അനിലിനെതിരെ ഉണ്ട്. രാഹുൽ വീണാൽ അടുത്ത ലക്ഷ്യം ഷാബിയാണെന്നാണ് അദ്ദേഹത്തിന്റെ ആശങ്ക. ഇരുവർക്കുമെതിരെ കോൺഗ്രസിൽ വ്യാപക ആക്ഷേപങ്ങളാണ് ഉള്ളത്. അതിനാൽ സമാന ഹൃദയർ ഒന്നിച്ചുകൂടിയാണ് മാങ്കൂട്ടത്തിനെതിരെ മഹത്വൽക്കരിക്കാൻ രംഗത്തിറങ്ങിയത്.